ചെയ്യാം. Ignore ചെയ്യാം. അപ്പോൾ നമുക്കിനി ഫ്രഷ് ആയിട്ട് വന്നാലോ. ഫ്രഷ് ആയിട്ട് വരാം. ഫസ്റ്റ് എന്നാൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാമെന്ന് കരുതി ഹെയറിൽ. സാധാ നമ്മുടെ പാരച്യൂട്ടിൻ്റെ ഓയിൽ കേട്ടോ. ജസ്റ്റ് അപ്ലൈ ചെയ്യാം. പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു മുടിയിൽ കളർ ചെയ്തിട്ടുണ്ടോയെന്ന്. ആക്ച്വലി ഞാൻ മുടിയിൽ കളർ ചെയ്തിട്ടുണ്ട്. കളറിൻ്റെ പേരെന്താന്ന് ചോക്ലേറ്റ് ബ്രൗൺ ആണ്. ഇപ്പോൾ ചോദിച്ചിരുന്നു കുറേ പേര് കമൻറ്റിനകത്ത്. അല്ലാതെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഹെയറിലെന്ന്. ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ നേരത്തെ VR11 ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബോട്ടോക്സ് ചെയ്തതിൻ്റെ വീഡിയോ. അപ്പോൾ ചേട്ടായിക്കെ ഞാൻ ചെന്ന സമയത്താട്ടോ എൻ്റെ മുടി എന്തോ വേറെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിരുന്നു. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വന്നപ്പോൾ പിന്നെ മുടി ഫുള്ള് ഡ്രൈ. അറിയാലോ നമുക്ക് ഇവിടുത്തെ വാട്ടറിൽ കുളിച്ചിട്ട് നാട്ടിൽ പോയി കുളിക്കുമ്പം ആക്ച്വലി നമ്മുടെ മുടിയും കാര്യങ്ങളൊക്കെ പോകും. അപ്പം പിന്നെ ഞാൻ ബോട്ടോക്സ് ചെയ്തതാണ്. അപ്പം ഇതാണ്. അപ്പം നമുക്ക് പോയി ഫ്രഷ് ആയിട്ട് വരാം. അപ്പം നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടാട്ടോ. നമുക്ക് പൂരിയും അതുപോലെ തന്നെ ദാലും അതുപോലെ കിഴങ്ങ് കിട്ടൊരു കറിയുണ്ട്, അതും വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, അതിന് മുമ്പ് ജസ്റ്റ് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് അയച്ചൊന്ന് സെറ്റ് ചെയ്ത് നമ്മൾ നാടൻ കുട്ടികളെ പോലെ ഒരുങ്ങണമെന്നല്ലേ, കുറിയൊക്കെ തൊട്ട് ജസ്റ്റ് റെഡിയാണെന്ന് കരുതി. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പിന്നെ എല്ലാവരും കുറേ പേര് ചോദിക്കുന്നുണ്ട് സേഫാണോ. ആക്ച്വലി സേഫാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും യുദ്ധമൊക്കെ ഉടനെ തന്നെ അവസാനിക്കട്ടെ. കുറേ പേർക്ക് ജോലിനെ ബാധിച്ചിട്ടുണ്ട് ആക്ച്വലി എല്ലാവർക്കും. അപ്പോൾ എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റെഡി ആകുന്നത്. എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഫസ്റ്റ് ഞാനൊരു സൺസ്ക്രീം അപ്ലൈ ചെയ്യും, അത്രയൊക്കെ ഉള്ളൂ. സൺസ്ക്രീമും നോർമൽ ഡേയിൽ നമ്മൾ ഇങ്ങനെ എവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ നോർമലി അല്ലാതെ നമ്മൾ റെഡിയാകുന്ന പോലെ തന്നെ അറിയാം. ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പൊട്ട് തൊട്ടു. ഇനി എന്താ നമ്മൾ സാധാരണ എൻ്റെ വീട്ടിൽ ചെയ്യാറുള്ള പോലെ കുറി തൊടാറുണ്ട്. അത് സെറ്റ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താണ് ഇനിയും നമുക്കൊന്ന് ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക് അല്ല കേട്ടോ, ആക്ച്വലി ഇത് ലിപ് ബാമാണ്. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഫ്രഷായി. മുടി നമ്മൾ നനഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാറില്ല, ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഊതി കൊടുക്കാറേ ഉള്ളൂ. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് പൂരിയും കിഴങ്ങ് കറിയുമാണ്. പിന്നെ ഇതിൻ്റെ പേര് കട്ടൻ ചായ, ചിലർക്ക് കടും ചായ എന്നൊക്കെ പറയും, കട്ടൻ ചായ എന്ന് പറയാറുണ്ട്. പിന്നെന്താ, പിന്നെ ഇത് കഴിക്കട്ടെ. പിന്നെ ലഞ്ച് എന്താണെന്നുള്ളതൊക്കെ കാണിക്കാവേ. നമ്മൾ തുണി വിരിക്കാൻ വന്ന കേട്ടോ. നമ്മൾ താഴെയാണ് തുണി വിരിക്കുന്നത്. എല്ലാവരും ഇവിടെ തന്നെ വിരിക്കുന്നത്, മുകളിൽ വിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ താഴെ എല്ലാവർക്കും തന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെയാണ് വിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇത് വിരിച്ചിട്ട് ക്ലിപ്പും കൂടെ കുത്തിയിട്ടേ നമ്മൾ പോകത്തുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞു പോകും. നല്ല കാറ്റുണ്ട്. നമ്മുടെ ക്ലിപ്പ് ബോക്സ് എല്ലാ തുണിയിലും കിട്ടും. അപ്പം ഇന്നത്തെ ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അങ്ങനെ പ്രത്യേകിച്ച് ഒത്തിരി കറിയൊന്നുമില്ല. ഒരു ഓംപ്ലേറ്റ് വറുത്തതുണ്ട്, പിന്നെ പയർ കറി, ചെറുപയർ കറിയാണ് ഇത്. പിന്നെ രാവിലെ നമ്മൾ ദാൽ കറി വെച്ചിരുന്നു പൂരിയുടെ കൂടെ, അതാട്ടോ ഇത്. പിന്നെ
ഇത് പപ്പടം, പിന്നെ നമ്മളുടെ നാരങ്ങാച്ചാറ്. ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പം കഴിക്കാം. പപ്പടം മസ്റ്റ് കേട്ടോ. ഞങ്ങൾ നേരത്തെ പപ്പടമൊക്കെ 2 ദിവസത്തേക്കിന് വറുത്ത് വെക്കും അല്ലേ? 2 ദിവസത്തേക്കിന് വറുത്ത് വെക്കും, പിന്നെ വറക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അതുകൊണ്ട് ചോറിനോട് എപ്പോഴും പപ്പടം കാണും. നമ്മൾ ചായ കുടിക്കാൻ പോവാം കേട്ടോ. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു മലയാളി കടയുണ്ട്. അപ്പം റൂമിൽ ഇത്ര നേരം ഇരുന്നു, എന്തായാലും ബോറടിച്ചു. പിന്നെ ഈവനിങ് എല്ലാവരും ഇവിടെ ചായ കുടിക്കാറുണ്ട്. അപ്പം പിന്നെ ചായ എന്തെങ്കിലും കടിയൊക്കെ കഴിക്കാനായിരിക്കും. ഇത് പാർക്കാണ് കേട്ടോ, ആക്ച്വലി സത്വ എന്നാണ് പറയുന്നത്, സത്വ പാർക്ക്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ റൂമിൽ വന്നു. പിന്നെ കുറച്ചൊക്കെ നമ്മൾ അങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ നടന്നിട്ടാണ് റൂമിൽ വന്നത്. അപ്പോൾ നമുക്കിനി ഡിന്നർ കഴിക്കുന്നതും കൂടെ നിങ്ങളെ കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിന്നർ എന്താണെന്ന് കാണിച്ചു തരാം. ഡിന്നറിനൊന്നുമില്ല, നമ്മൾ ഡാൽ കറി വെച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കിഴങ്ങ് പൊട്ടറ്റോയും, പിന്നെ അതുപോലെ നമ്മളുടെ ലേഡി ഫിംഗർ വിട്ടൊരു തോരൻ. പിന്നെ ഇതാണ് ലൈറ്റ് ആയതുകൊണ്ട് ഹെവി ആയിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഉള്ള കറി വെച്ച് നമ്മൾ എന്തായാലും കഴിക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ ഡിന്നറ്. അപ്പം എനിവേ ഇനിയിപ്പോൾ ഒന്നുമില്ല, കഴിച്ചിട്ട് എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണിച്ചു. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചു. എന്താ പറയുക, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ എനിവേ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.